ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. നീ പറയുക, അള്ളാഹു വിധിച്ചതല്ല നമുക്ക് വരില്ല. നമ്മുടെ ഹക്കിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്നിട്ട് എന്ത് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും, ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ, ഈ നാട്ടിലൊക്കെ ജീവിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. സത്യമാണെങ്കിലും തുറന്നു പറയാനൊന്നും പാടില്ല. മനസ്സിലായില്ലേ? ചിലതൊക്കെ മറച്ചു വെക്കണം. ചിലതിലൊക്കെ നിങ്ങൾ കുറച്ചുകൂടി വിട്ടുവീഴ്ച കാണിക്കണം. ദീനിൽ നമ്മൾ വിട്ടുവീഴ്ച കാണിക്കുക. അള്ളാൻ്റെ ദീനിൽ വിട്ടുവീഴ്ച കാണിക്കണം അള്ളയാണ്. അത് അള്ളാഹു എവിടെയൊക്കെ വിട്ടുവീഴ്ച കാണിക്കാൻ പറ്റും അള്ളാഹ് അറിയിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ നമ്മൾ വേറൊരു വിട്ടുവീഴ്ച കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ദീനിൽ ഇളവ് തരാവുന്നിടത്തോളം ഇളവ് ആര് തന്നിട്ടുണ്ട്? അള്ളാഹു തന്നിട്ടുണ്ട്. വിട്ടുവീഴ്ച കാണിക്കാവുന്നിടത്തോളം വിട്ടുവീഴ്ച അള്ളാഹ് കാണിച്ചിട്ടുണ്ട്. വിശാലത നൽകാവുന്നിടത്തോളം അള്ളാഹു വിശാലത നൽകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറമെ നാടും കാലവും ഒക്കെ നോക്കിയിട്ട് നമ്മളെ വക വീണ്ടും എന്ത് ചെയ്യേണ്ടതില്ല? ദീനിൽ വെള്ളം ചേർക്കേണ്ടതില്ല. അങ്ങനെ വെള്ളം ചേർക്കുന്നത് അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ ചിലപ്പോൾ വിഷമം. ഉറപ്പല്ലേ, ദീന് കണിശമായും കൃത്യമായും പാലിച്ചാൽ തീവ്രവാദി എന്നുള്ള പേര് കേൾക്കേണ്ടി വരും, അതിര് വിട്ടവെന്നുള്ള പേര് കേൾക്കേണ്ടി വരും. അത് എന്നും മുസ്ലിങ്ങൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുശ്രിക്കുകൾ വരെ പറഞ്ഞിട്ടുള്ളതാണ്, കുടുംബത്തിൽ ഫിത്തനുണ്ടാക്കി, ശൈഥില്യം ഉണ്ടാക്കി, തകർത്തു എന്നൊക്കെയുള്ള വർത്തമാനം. അപ്പോൾ ഏതായിരുന്നാലും ശരി, മനസ്സിലായില്ലേ? വാപ്പാനെയും ഉമ്മാനെയും തെറ്റിച്ചു. എന്താ ഈ വാപ്പാനെയും ഉമ്മാനെയും തെറ്റിക്കല്? നമ്മൾ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ തീരുമാനിച്ചപ്പം വാപ്പാക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അതിന് മറ്റവൻ പറയണത് വാപ്പാനെയും ഉമ്മാനെയും തെറ്റിച്ചു. ഇവനെന്താ ചെയ്ത്? ഇവൻ ദീനിൽ പഠിച്ച് ബോധ്യപ്പെട്ട കാര്യം സ്വീകരിച്ചു. ആ ദീന് വാപ്പാക്ക് ഇഷ്ടപ്പെട്ടില്ല. ചിലക്ക് താടി വളർന്ന് ഇഷ്ടപ്പെടില്ല, ചിലക്ക് ഭാര്യമാർ മുഖം മൂടിയിടുന്ന ഇഷ്ടപ്പെടില്ല. എനിക്കറിയാം, മക്കൾ കല്യാണം കഴിച്ച് മുഖം മൂടിയിട്ട ഭാര്യയെ കൊണ്ടുവന്നിട്ട് അവൾ മുഖം മൂടിയിട്ട് നിൽക്കണേ, ഞങ്ങളെ കൂട്ടത്തിരുന്ന് ഈ വീട്ടിൽ താമസിക്കേണ്ട, ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞ വളരെ അടുത്ത സുഹൃത്തുക്കൾ നമുക്കറിയാം. ചില ഉമ്മമാർ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കൂല. ഇങ്ങനത്തെ ആൾക്ക് ദീന് പാലിക്കുന്നതിൻ്റെ പേരിൽ എന്നിട്ട് പുറത്തുള്ള ഞാൻ പ്രചരിപ്പിക്കുക എന്താണ് ഉണ്ടല്ലേ? വാപ്പാനെയും മനം തെറ്റിച്ചു. വേറെ ചില ആൾക്കാർ ദീനിൽ കാണിച്ചത് പാലിച്ചു. പെണ്ണുങ്ങൾ പുറത്ത് അന്യ ആണുങ്ങളുടെ ഇടയിലേക്ക് മുഖംമൂടി ഇടണം നിർബന്ധിച്ചു, താടി വളർത്തണം നിർബന്ധിച്ചു, വലിയ കുപ്പായിട്ടു. എന്നിട്ട് ഇതിൻ്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്? ദീനിനെ അങ്ങേയറ്റം സൂക്ഷിക്കുന്ന, ജീവിതത്തിൽ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹിൻ്റെ കൽപ്പന ലംഘിക്കരുതെന്ന് വിചാരിക്കുന്ന, ഏറ്റവും മാന്യമായ സ്വഭാവം സ്വീകരിക്കുന്ന ആളുകളെ കുറിച്ച് പറയാണ്, ഇവരാണ് ഫിത്തനക്കാർ, ഇവരാണ് വാപ്പാനെയും മക്കളെയും തെറ്റിക്കുന്ന ആൾക്കാർ. ചിലപ്പോൾ വാപ്പാക്ക് ബോധം വന്നാൽ മക്കൾക്ക് ബോധം വന്നിട്ടുണ്ടാവില്ല. പാപ്പാർ കൂടുതൽ ദീന് പഠിക്കുകയും നന്നായി പഠിച്ച കാര്യങ്ങൾ പകർത്തുകയൊക്കെ ചെയ്യുന്ന നേരത്ത്, മനസ്സിലായില്ലേ, വീട്ടിൽ ചിലപ്പം ടി വി ഒന്നും വെക്കാൻ സമ്മതിക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യാണ്? മക്കൾ ചിലപ്പം വാപ്പാനോട് പിണക്കം വാശി. എന്നിട്ട് നിങ്ങൾ ശാഠ്യം കാണിച്ചതിൻ്റെ പേരിൽ അവിടെ വീട്ടിൽ വാപ്പയും മക്കളും നമ്മൾ തെറ്റിയെന്ന് ഇത് പറഞ്ഞു കൊടുക്കുന്ന ആളെക്കുറിച്ച് ആരോപണം. യഥാർത്ഥത്തിൽ ആരുടെ സ്വഭാവമാണ്? ഇത് മുനാഫിക്കിൻ്റെ സ്വഭാവമാണ്. മനസ്സിലായില്ലേ? അവരോട് നമുക്ക് പറയാനുള്ള മറുപടി എന്താണ്? ദീൻ കണിശമായി പാലിച്ചതിൻ്റെ പേരിൽ എന്ത് വിഷമമുണ്ടായാലും മുനാഫിക്കുകളുടെ ആക്ഷേപകന്റെ ആക്ഷേപം നമ്മൾ ഭയപ്പെടാൻ പാടില്ല. നമ്മൾ ഇങ്ങനെ പറഞ്ഞേക്കുക, ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. ഞങ്ങളുടെ അള്ളാഹു ഞങ്ങൾക്ക് വിധിച്ചതല്ലാതെ ഞങ്ങൾക്കൊന്നും ബാധിക്കുകയില്ല, ഒരിക്കലും ബാധിക്കുകയില്ല. അവനാണ് ഞങ്ങളുടെ ഉടമസ്ഥൻ. അപ്പം അള്ളാഹ് വിധിച്ചതല്ലാതെ ഒരിക്കലും ഞങ്ങൾക്ക് വരില്ല. അപ്പോൾ മുനാഫിക്കിൻ്റെ ഒരു പ്രശ്നം എന്താണ്? ഖദറിലെ വിശ്വാസം കുറവായിരിക്കും. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ഭരമേൽപ്പിക്കുന്നവൻ, സത്യവിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ. ഖദറിലെ വിശ്വാസം. ഇസ്ലാമിലൊരു നിയമമുണ്ടോ? ആ നിയമം പാലിച്ചാൽ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോകും, അപകടങ്ങളുണ്ടാകും, അല്ലെങ്കിൽ മോശക്കാരനായി പോകും എന്നൊരാൾ പറഞ്ഞാൽ അത് വിചാരിച്ചിട്ട് ഇസ്ലാമിലെ നിയമത്തിൽ നിന്നൊരാൾ പിന്മാറിയാൽ അയാൾ എന്തായിരിക്കും? ഖദറിൽ വിശ്വസിക്കാനായിരിക്കും. ഒരാൾ ഉദാഹരണത്തിന് രണ്ടാമതൊരു വിവാഹം ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോഴാണ് അവൻ ശരിക്കും സ്വന്തം ആദ്യത്തെ ഭാര്യയുടെ ഖദറിലെ വിശ്വാസവും ഉമ്മാൻ്റെ ഖദറിലെ വിശ്വാസവും വാപ്പാൻ്റെ ഖദറിലെ വിശ്വാസമൊക്കെ അവൻ കാണുന്ന അപ്പോഴായിരിക്കും. അപ്പോൾ അവൻ അവർക്കെല്ലാം വേണ്ടിയിട്ട് അവൾ ഒഴിവാക്കും ചെയ്തു, വേണ്ടാന്നും വെച്ചു. എന്താ സംഭവം? യഥാർത്ഥത്തിൽ ഖദറിൽ വിശ്വാസമില്ലാത്ത അള്ളാഹു ഒരു കാര്യം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ദുനിയാവിലോ ആഖിറത്തിലോ നഷ്ടം വരുത്തുകയില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കാൻ നമുക്ക് കഴിയണ്ടേ? ചില ആളുകൾ ചില കാര്യങ്ങൾ പറയും, മനസ്സിലായി. ഇപ്പോൾ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് വിചാരിക്കുക, പലിശയുടെ വരുമാനം തിന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ, അയാൾക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു, അയാൾ പിന്മാറാൻ തീരുമാനിച്ചു. ഹലാലായ മറ്റെന്തെങ്കിലും ഒരു ജോലിയെ തീരുമാനിക്കും. അപ്പം ചാടി വീഴും, ഭാര്യ ചാടി വീഴും, പാപ്പ ചാടി വീഴും, ഇക്കാക്ക ചാടി വീഴും, എല്ലാവരും കൂടി സമ്മർദ്ദത്തിലാണ്. എന്തായാലും ആ 4 കൊല്ലം കൂടി 5 കൊല്ലം കൂടി അയാൾ റിട്ടയർഡാവില്ലേ? എന്നാൽ പിന്നെ എന്താണ്? ഇതിപ്പോൾ വേറെ ആൾക്കാരല്ലേ ബാങ്ക് ജോലിയൊക്കെ ചെയ്യുന്ന ഒരു ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ ബാങ്കില്ലേ? ഒരുത്തൻ അതിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചാൽ സമ്മതിക്കൂല. പക്ഷേ മുഅ്മിൻ അതിൽ പതറൊന്നുമില്ല. അങ്ങനെ എടുത്ത തീരുമാനത്തിൽ അടിയുറച്ച് നിൽക്കും. പതറുന്നവരാരാണ്? ഇതൊക്കെ നിഫാഖിൻ്റെ അടയാളമായിട്ട് പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ ദീന് പാലിക്കാൻ ശ്രമിക്കുമ്പോൾ ഖദറിൽ അടിയുറച്ച് വിശ്വാസമില്ലാത്ത ആളുകൾ 4 പാടത്തും ചാടി വീഴും. അത് കണ്ട് നമ്മൾ ബേജാറാവുക. നമ്മൾ മരിക്കുമ്പോൾ ഖബറിലേക്ക് വരാനും വരുമോ? എന്തിനാ ബേജാറാവേണ്ട ആവശ്യം? ലോകം മുഴുവൻ എതിരും നമ്മൾ ബേജാറാവേണ്ട കാര്യമുണ്ടോ? നമ്മൾ സ്വീകരിക്കുന്ന ഒരു നിലപാട് അതാണ് ദീനെങ്കിൽ ലോകം മുഴുവൻ എല്ലാ ഭാഗത്തും സമ്മർദ്ദത്തിലാക്കിയാലും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല?
അങ്കലാത്തിലാണ്ട് കാര്യമില്ല. ഖദറിൽ വിശ്വാസമില്ലാത്തവർ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ വരും, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ വരും, മനസ്സിലായില്ലേ? അത്രയും ഷാഡിങ് കാണിക്കില്ല, കുറച്ചൊക്കെ വിട്ടുവീഴ്ച കാണിക്കും, മനസ്സിലായില്ലേ? ഇപ്പോൾ സാരി എടുത്തിട്ടേ എൻ്റെ ഭാര്യ പിന്നെ കല്യാണത്തിനൊന്ന് വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഞാനത് കണ്ടു, ഇഷ്ടപ്പെട്ടു, കല്യാണമൊക്കെ തീരുമാനിച്ചു, അപ്പയമ്മ ഞാൻ എതിർത്തൊന്നും പറഞ്ഞില്ല. പക്ഷേ സാരി എടുത്തിട്ടേ കല്യാണത്തിൻ്റെ ദിവസം വരുള്ളൂ. സാരി എടുത്ത് വരുമെന്ന് മാത്രമല്ല, എന്താണ് ആൾക്കാരുടെ മുന്നിൽ വന്നിട്ട് ആണുങ്ങളെ മുന്നിൽ അവൾ വന്ന് നിൽക്കും ചെയ്യും. ഞാൻ എന്ത് ചെയ്യും? ഞാനൊരു പെണ്ണ് കെട്ടുമ്പോൾ ആ പെണ്ണ് ഏത് വേഷത്തിൽ വരണമെന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയില്ല. പിന്നെ എന്തിനാ പെണ്ണ് കെട്ടുന്നു? അപ്പോൾ അത് കല്യാണത്തിൻ്റെ ഒരൊറ്റ ദിവസം അപ്പാൻ്റെ നിർബന്ധം, വെല്ലിപ്പാൻ്റെ നിർബന്ധം, ഉമ്മാൻ്റെ നിർബന്ധം, അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ അനുവദിക്കുന്നു. അതേപോലെ തന്നെ ഞാൻ തലയിൽ പൂ വെക്കാൻ സമ്മതിക്കുന്നു, ഞാൻ അവിടെ സ്റ്റേജിൻ്റെ മുകളിൽ കയറിക്കാൻ സമ്മതിക്കുന്നു, എനിക്ക് ഇഷ്ടമൊന്നുമില്ല എന്നാലും നിവൃത്തില്ല ഞാൻ കയറിക്കുന്നു. ഇങ്ങനെ എത്ര ആൾക്കാരുണ്ട്. യഥാർത്ഥത്തിൽ ഇത് അള്ളാഹു നമ്മുടെ ഈമാൻ പരീക്ഷിക്കുകയാണ് എന്നാരും എന്താ ചിന്തിക്കാത്തത്? ചിലപ്പം ഇവരുടെ ഈ ആ വിഷമകരമായ കുടുംബത്തിലെ വിഷമകരമായ സാഹചര്യം കണ്ട് മൗലവിമാർ വരെ ചിലപ്പോൾ പറഞ്ഞു നിൽക്കും, സാറിലൊരു ദിവസമല്ലേ, അത് പിന്നെ അങ്ങ് തൗബ ചെയ്താൽ മതി, അള്ളാഹ് അങ്ങേറ്റം തൗബ സ്വീകരിക്കുന്നവന്. ദീനിൻ്റെ കാര്യത്തിൽ എന്തിനാണ് മൗലവിമാർ ഇങ്ങനെ വിട്ടുവീഴ്ച കാണിക്കുന്ന സംസാരം നടത്തേണ്ട ആവശ്യം? എത്ര ആളുടെ ഈമാനെ പരിശോധിക്കുന്ന അറിയോ? മൗലവിൻ്റെ ഈമാനും പരിശോധിക്കുക തന്നെയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം ദീനിൽ ഉറപ്പുള്ള ഒരു കാര്യത്തിൽ ഒരാൾ ദീനൊക്കെ മനസ്സിലാക്കിയിട്ടും സമ്മർദ്ദത്തിൽ അകപ്പെട്ട് സ്വന്തം നിലയിൽ എന്തെങ്കിലും അറിയാതെ ചെയ്തു പോയിട്ട് പിന്നെ അയാൾ തൗബ ചെയ്യുന്ന വിഷയം പോലെയാണോ? പിന്നീട് തൗബ ചെയ്താൽ മതി, ഇപ്പം നീ ആ തെറ്റ് ചെയ്തോ എന്ന് പറഞ്ഞു കൊടുക്കൽ അത് രണ്ടൊന്നാ. ഒരാൾ പെട്ടുപോയിട്ട് അതിൽ വേദനിച്ച് തൗബ ചെയ്യുന്നതും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് എന്ന കാരണം കൊണ്ട് അതിന് നമ്മൾ പിന്നെ നേരത്തെ തന്നെ വകവെച്ച് കൊടുക്കുന്നതും അതൊക്കെ അള്ളാഹു പൊരുത്തപ്പെടുമെന്ന് നമ്മളങ്ങ് തീരുമാനിച്ചു കൊടുക്കുന്നതും അള്ളാഹിൻ്റെ ദീനിൽ പൊരുത്തപ്പെടേണ്ട കാര്യങ്ങളൊക്കെ അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ്. മര്യാദയ്ക്ക് മുഖംമൂടിയൊക്കെ ഇട്ട് നടക്കുന്ന ഒരു പെണ്ണ്, മനസ്സിലായില്ലേ? ആ പെണ്ണിൻ്റെ ഭർത്താവിനും അതിന് വിഷമമില്ല എന്ന് വിചാരിക്കാം. പക്ഷേ വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഒന്നും ഇഷ്ടമല്ല. പണ്ടത്തെ പോലെ സ്വീകരണമല്ല, കുടുംബങ്ങളിലൊന്നും പോകാൻ പറ്റുന്നില്ല, ഇവിടെ പ്രാകൃതമായ വേഷം ധരിച്ചു വരുന്നു, ജിന്നിൻ്റെ കോലം കെട്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞ് തലങ്ങും വിലങ്ങും വിഷമങ്ങൾ കേട്ടപ്പോൾ മൗലവിൻ്റെ അടുത്ത് പോയിട്ട് പത്തുവ ചോദിക്കാനെന്ത്, എനിക്ക് ഈ മുഖം മൂടിയിട്ട് നടക്കണം തന്നെ ആഗ്രഹം, എൻ്റെ ഭർത്താവിനെ യാതൊരു എതിരുമില്ല. പക്ഷെ വീട്ടിൽ അങ്ങനെ നിർബന്ധിക്കുന്നു. പ്രത്യേകിച്ച് ഉമ്മ, അടുത്ത ആൾക്കാർ, വാപ്പ, ഇവരൊന്നും ഒരു സ്ഥലത്തും വരാൻ സമ്മതിക്കുന്നില്ല, ഞങ്ങളുടെ കൂടെ അവർ വണ്ടിയിൽ കയറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു നിർബന്ധിതാവസ്ഥയിൽ അവരുടെ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഒന്ന് മുഖംമൂടി ഒഴിവാക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അത് വലിയ കുഴപ്പമൊന്നുമില്ല, നിവൃത്തിയില്ലായിട്ടല്ലേ എന്ന് പത്തുവയും കൊടുക്കുക, മനസ്സിലായില്ലേ? എന്നാൽ ചില ആൾക്കാർ പറയുന്നുണ്ട് കണിശമായിട്ട് പാലിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഐസിസിൻ്റെ സൗക്കേടുള്ളവരാന്ന് പറയുക. നോക്കണം, ദീന് പാലിക്കുന്നവരൊക്കെ പറഞ്ഞ ഐസിസാണ്, തീവ്രവാദ സ്വഭാവമുള്ളവരാണെന്ന് പറയാം. എന്തൊരവസ്ഥയാണ്, മനസ്സിലായില്ലേ? ഇത് വളരെ സൂക്ഷിക്കണം. അപ്പോൾ ഫിത്ന, അതായത് തൗഹീദുണ്ട്, ഇസ്ലാമുണ്ട്, നിസ്കാരമുണ്ട്, ഇസ്ലാമിക അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. പക്ഷേ നാട്ടിൽ നമ്മുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലമായി ഞാനും നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ദീനീ പ്രവർത്തനത്തിൻ്റെയും ദഅവത്തിൻ്റെയും പ്രബോധനത്തിൻ്റെയും അനന്തരഫലമായി ഇവിടെ ഉണ്ടാകുന്നത് മുസ്ലിങ്ങൾക്കിടയിലുള്ള ദീനിനെ ഫിത്നയാക്കുക എന്നതാണ് എങ്കിൽ അത് നിഫാഖിൻ്റെ അടയാളമാണ്. അത് മുനാഫിഖിൻ്റെ സിഫത്തായി എണ്ണിപ്പറഞ്ഞ കാര്യമായി നമുക്ക് കാണാം.